സബീഷ് ചന്ദ്ര പിന്നി എന്ന് പറയുന്ന ഒരാള്, സബീഷ് കെ ബാലനാണ് പിന്നീട് സബീഷ് ചന്ദ്ര പിന്നി ആയത്. സബീഷ് ചന്ദ്ര പിന്നിയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഫീൽഡാണ്. ഞാൻ ഫാർമസിസ്റ്റാണ്. പാട്ടിലേക്ക് വരുന്നത് മാനത്തമ്പിളി എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ടിലൂടെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. പാട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ സബീഷ് ചന്ദ്ര പിന്നി ആയിട്ട് മാറിയത്. കാരണം നമ്മൾ നാടിനെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ പേരിൻ്റെ ഒപ്പം നമ്മളെ നാടിൻ്റെ പേരും കൂടി കൂട്ടി. അങ്ങനെയാണ് നമ്മൾ സബീഷ് ചന്ദ്ര പിന്നി എന്ന് പറഞ്ഞ ആ പേരിലേക്ക് വരുന്നത്. മാനത്തമ്പിളി എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ടാണ്. നമ്മുടെ എല്ലാ ആൽബങ്ങളുടെയും ഡയറക്ടർ കൂടിയ ഷബീർ ഷയുടെ ഒപ്പം തന്നെയാണ് മാനത്തമ്പിളി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഈ കരിയർ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങും ഈ പറയുന്ന ഷബീർ ഷയുടെ കൂടിയാണ്. മാനത്തമ്പിളി എന്ന് പറയുന്ന ഒരു പാത്തുമ്മയുടെ പാട്ടിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഇപ്പോൾ രണ്ടുപേര് മാനത്തമ്പിളി പാടാൻ നമ്മൾ പാടുമ്പോൾ കുറേ സംഗതി പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സംഗതി വരാനായിട്ട് ഭയങ്കര പാടാണ്. അല്ല, രചയിതാവിനാണ് അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. അതില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വരികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാട്ടില് ഞാൻ നോക്കിയിട്ട് എപ്പോഴും പാട്ടിന്റെ എഴുതുന്ന രീതിയിലാണ് ഞാൻ വ്യത്യസ്ത വരുത്താറുള്ളത്. കാരണം വെച്ചാല് ഇപ്പം നിങ്ങൾ എല്ലാ പാട്ടുകളും ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മളെ പാട്ടില് ഒരു ലളിതമായ വരികളൊക്കെ തന്നെ ഈ നാട്ടില് ആര് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളായാലും അത് ഞാൻ പാട്ടിലൂടെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാതെ കുറേ ഇങ്ങനെ ഭയങ്കര ടഫായിട്ടുള്ള വരികളൊന്നും ഞാൻ ഒരു പാട്ടിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലൊക്കെ തന്നെയാണ് ഈ മാനത്തമ്പിളിയിലും ഞാൻ വരുത്തിയിട്ടുള്ളത്. മുട്ടോളം മുടിയുള്ളവളെ തലത്തട്ടം കൊണ്ട് മറച്ചവളെ ചേലുള്ള പച്ചക്കര മുണ്ടിനാൽ അണിവയറ് മറച്ചവള അണിവയറ് മറച്ചവള അഞ്ജനം കൊണ്ട് കണ്ണെഴുതിയവൾ നാണം കൊണ്ട് നോക്കണ കണ്ട മാനത്തമ്പിളി പൂത്ത പോലെ അഴകാർന്നൊരു പാത്തുമ്മ എന്റെ കൽബിലിൽ മുഞ്ചഴകോടെ സുന്ദരിയായ പാത്തുമ്മ സുന്ദരിയായ പാത്തുമ്മ. ഞാൻ ഈ പാട്ടാണ് ശരിക്കും ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരാനായിട്ട് എഴുതിയൊരു പാട്ട്. ഇത്തിരി സ്പീഡാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു സ്ലോവിൽ പാടിയെന്നുള്ളത്. സിംഗർ പാടിയപ്പോൾ നല്ല സ്പീഡിൽ ആയിട്ട് ഒരു ഓളം പാട്ടാണ്. അതാണ് എൻ്റെ തുടക്കം. ശരിക്കും ഒത്തിരി സ്പീഡിൽ പാടുമ്പോൾ മുട്ടോളം മുടിയുള്ളവളെ തലത്തട്ടം കൊണ്ട് മറച്ചവളെ ചേരുള്ള പച്ചക്കറ മുണ്ടിനാൽ അണിവയറ് മറച്ചവള അണിവയറ് മറച്ചവള അഞ്ജനം കൊണ്ട് കണ്ണെഴുതിയവളെ നാണം കൊണ്ട് നോക്കണ കണ്ട മാനത്തമ്പിളി പൂത്ത പോലെ അഴകാർന്നൊരു പാത്തുമ്മ എന്റെ കൽബില് മഞ്ചഴകോടെ സുന്ദരിയായ പാത്തുമ്മ സുന്ദരിയായ പാത്തുമ്മ. ഇതാണ് ഞാൻ ആദ്യം എഴുതി വെച്ചത്. ഇത് അനുശ്രീ ഓഡിയോസ് ആൻഡ് വീഡിയോസിലാണ് ആദ്യമായിട്ട് റിലീസ് ചെയ്തത് കേട്ടോ. അതില് ഈ പാട്ടുണ്ട്. അതിൻ്റെ വിഷ്വലൈസേഷൻ ഉണ്ട്. ഷബീർ ഷയുടെ ഡയറക്ഷനിലാണ് അത് ചെയ്തേക്കുന്നത്. ഒരു സ്റ്റോറി പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നമ്മുടെ ആദ്യത്തെ ഒരു ആഗ്രഹം ഒരു ആൽബം ഇറക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഈ പാട്ട് ഈ ഫീൽഡിലേക്ക് ഞാൻ വരുന്നത്. എൻ്റെ ഈ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് അതിൻ്റെ ഒരു പാഷനായിട്ട് ഈ സംഗീത രംഗത്തേക്ക് വരും. എല്ലാവർക്കും, എല്ലാ കലാകാരന്മാർക്കും എന്തായാലും ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടാവും. ഈ ജീവിതയാത്രയിലും പിന്നെ കല കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ചേട്ടൻ ഉണ്ടായിട്ടുണ്ടാവും. ചേട്ടൻ അതുപോലെ കുറേ പ്രതിസന്ധികളോട്ടൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ 2-3 ആൾക്കാരില്ലെങ്കിൽ ഈ ലോകം അല്ലെങ്കിൽ ഒരുപാട് മലയാളികളിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഈ പ്രതിസന്ധിയും അത് കഴിഞ്ഞിട്ടുള്ള നേട്ടവും അതിനെങ്ങനെയാണ് കാണപ്പെടുന്നത്? പ്രതിസന്ധി എന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാറുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എത്ര സമയം വേണമെങ്കിലും ജോലി ചെയ്യും. അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്.
ഹാർഡ് വർക്ക് ചെയ്തിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ 10ഓളം പാട്ട് എഴുതിയിട്ടുണ്ട്. ഈ 10ഓളം പാട്ട് എഴുതിയിട്ടും എനിക്ക് ഒരു പേര് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്നിലൂടെ ഇപ്പം ഇതുപോലെ ബാലു വന്ന് ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടായ സാഹചര്യം എൻ്റെ 8ാമത്തെ പാട്ടായിട്ടുള്ള വയനാടമഞ്ഞളിലൂടെയാണ്. അപ്പം എനിക്ക് 8 പാട്ട് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എൻ്റെ അറിയപ്പെടാനും സബീഷ് ചന്ദ്രാപിന്നി എന്ന് പറയുന്ന ആളെ അറിയപ്പെടാനും എല്ലാവരും എല്ലാവരിലേക്ക് എത്താനായിട്ട് എനിക്ക് 8ാമത്തെ പാട്ട് വരെ വെയിറ്റ് ചെയ്തു. ഞാൻ അതിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം തന്നെയായിരുന്നു കേട്ടോ. ഒരു പാട്ടുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും, അത് ആൽബം ചെയ്യും. ഞാനും ഷബീർ ഷയും കൂടിയിട്ട് കുറേ ആൽബംസുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂസ് കിട്ടിയതും എന്നെ അറിയപ്പെടുന്നതും വയനാടമഞ്ഞളിൽ. ആദ്യമായിട്ട് ചേട്ടനിലുള്ള കലാകാരനെ കണ്ടെത്തിയത് ആരായിരിക്കും? കല എന്ന് പറയുന്നത് നമ്മൾ മിമിക്രിയാണ് ആദ്യം. നമ്മൾ കലോത്സവ വേദികളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നാണ് നമ്മളെ തുടക്കം. പിന്നെ ഡ്രാമ, സ്റ്റേജ്, അതുപോലെ മിമിക്രി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, കോഴിക്കോട്. അവിടെ ചെന്നിട്ടും അവിടെ ഇതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കും. ഫാമക്കലോത്സവത്തിന് പങ്കെടുത്ത് ഫാമക്കലോത്സവം ഫാൻസി ഡ്രസ് ആയാലും എല്ലാത്തിനും പ്രൈസ് ഉണ്ട്. എനിക്ക് പ്രൈസ് ഉണ്ട് ശരിക്ക്. മെഡിക്കൽ കോളേജിനായാലും അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രൈസ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പോയിന്റ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ശരിക്കും. പിന്നെ അവിടുത്തെ മാഗസിനിൽ ചെറിയതായിട്ടൊക്കെ ഒന്ന് എഴുതി തുടങ്ങി. ഭയങ്കര സപ്പോർട്ടായിരുന്നു എൻ്റെ എഡിറ്റർ രാകേഷ് കുമാർ, വടകരയിലാണ് വീട്. പുള്ളിയൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പുള്ളി നമ്മളെ റോൾ മോഡലൊക്കെ എടുത്ത് പറയുന്നത് രാകേഷിനൊക്കെ തന്നെയാണ്. പുള്ളിയുടെ എഴുത്തും ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഈ പാട്ടിലേക്കൊക്കെ വരുന്നത്. കൂടുതൽ നാടൻ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. അത് ഭയങ്കര ഇഷ്ടമാണ് നാടൻ പാട്ട്. പണ്ടേ മുതലേ എനിക്ക് ഭയങ്കര, ഇപ്പം മണിച്ചേട്ടനായിക്കോട്ടെ, മണിച്ചേട്ടനല്ലാത്ത നാടൻ പാട്ടുകളുണ്ട് ഇഷ്ടം പോലെ. മണിച്ചേട്ടൻ പാടാത്ത പാട്ടുകളും എനിക്കിഷ്ടമാണ്. പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൽ കയറി കേൾക്കും. അതിൻ്റെ കാസറ്റുകൾ മേടിച്ചിട്ട് വരും, അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് നാടൻ പാട്ട്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതുവരെയുള്ള കലാജീവിതത്തിൽ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള അച്ചീവ്മെന്റ് എന്ന് വിശ്വസിക്കുന്നത് ഏതാണ്? അച്ചീവ്മെന്റ് എനിക്ക് കിട്ടിയത് ഇപ്പൊ ഈ പാടുന്ന പാട്ടെഴുത്തൊക്കെ തന്നെയാണ്. ഇതിൽ നിന്ന് തന്നെയൊക്കെ തന്നെയാണ് ഞാൻ അറിയപ്പെട്ടതും. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം എന്നെ കൊണ്ട് പറ്റിയ തുടർന്ന് പോകാൻ തന്നെയാണ് താല്പര്യം. അതൊക്കെ തന്നെയാണ്. എന്തായാലും പാട്ടെഴുത്തി നിർത്തൂല, നിർത്താതെ തന്നെയാണ് ഇനിയുള്ള ജീവിതം. വയനാടമഞ്ഞളിനെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും താല്പര്യം, വയനാടമഞ്ഞളിനെ കുറിച്ച് അറിയാൻ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കാട്ടുമുല്ല എന്ന് പറഞ്ഞിട്ടൊരു ആൽബമുണ്ട്. കാട്ടുമുല്ല ഞാൻ എഴുതി, ഞാനും ഷബീറും കൂടി ഇരുന്ന് സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി ഭയങ്കര ഹിറ്റ് പ്രതീക്ഷിച്ച ഒരു ആൽബമാണ്. പക്ഷെ അതങ്ങോട്ട് വളരെ മുന്നിലേക്ക് പോയില്ല. കാരണം അത് പാടിയേക്കണത് ജിമ്മി വർഗീസ് എന്ന് പറഞ്ഞൊരു സിംഗറാണ്. ജിമ്മി വർഗീസ് ഒരുപാട് നല്ല ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ളൊരു ഗായകനാണ്. പക്ഷെ നമുക്കത് കൂടുതൽ ഹിറ്റിലേക്ക് പോയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കൈകൊട്ടിക്കളി ടീമുകളൊക്കെ ഒരുപാട് കളിച്ചു പോയ തുടക്കത്തിലെ തന്നെ കേട്ടോ. പിന്നെ ആരും കളിച്ചതായിട്ട് കണ്ടില്ല. ഒരു പാട്ടായിരുന്നു കാട്ടുമുല്ല. ബാലു കേട്ടിട്ടുണ്ടാവും തോന്നുന്നില്ല. കാട്ടുമുല്ല ഒരു എനിക്കിഷ്ടപ്പെട്ട വരികളും ആണ്. ശരി, നമ്മുടെ ആ പാട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ മൈൻഡും കൂടിയും ഭയങ്കര സെറ്റായിരിക്കണം, ഭയങ്കര ഒരു ഫീൽ ഉണ്ടാവണം അല്ലേ, നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരിക്കണം. എന്നാലും നമുക്ക് അങ്ങനത്തെ വരികളൊക്കെ ശരിക്കും വരുള്ളൂ. ഒരു കാട്ടുമുല്ല ഞാൻ പറഞ്ഞില്ലേ, പാടിയാലുള്ള പ്രശ്നം, പാട്ടിന് നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ കുറെ സംഗതികളും നമുക്ക് വരില്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഒരു വരിയൊക്കെ ഓർമ്മയുണ്ടോ തന്നെ കാട്ടുമുല്ല? നമ്മളിങ്ങനെ പറയും ഒരു പാട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവരോട് പറയും എനിക്കിന്ന് വേണം, എനിക്കത് വേണം, ഇത് വേണം. ഞാൻ പാടിയിട്ട് കൊടുക്കും. എനിക്ക് അവിടെ നീട്ടിത്തരണം, ഇവിടെ നീട്ടിത്തരണം. അത് ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയുന്നുണ്ട്. കാട്ടുമുല്ല എനിക്ക് വരികൾ ഓർമ്മയില്ല, വരികൾ ഓർമ്മ 2 വരി പാടാൻ ശ്രമിക്കുക എന്നുള്ളത്.
കാട്ടുമുല്ല പൂത്തതിന്ന് കാത്തുവെച്ചതെന്തിനാ ഓർത്തിരുന്നു മേലെ നിന്നെ കാത്തു നിന്നതാണ് ഞാൻ. കാട്ടുമുല്ല പൂത്തതിന്ന് കാത്തുവെച്ചതെന്തിനാ ഓർത്തിരുന്നു മേലെ നിന്നെ കാത്തു നിന്നതാണ് ഞാൻ. നിന്നിളകൻ പിള്ളയിൽ നല്ല പൂങ്കവിൽ തടം. വയനാടൻ മഞ്ഞൾ വിശേഷം. വയനാടൻ മഞ്ഞൾ ശരിക്ക് എൻ്റെ ഇൻസ്പിറേറ്റഡ് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു സാധനം കരിങ്കാളിനും. അത് മറക്കാൻ പറ്റാത്തൊരു സാധനം. അത് കരിങ്കാളി വീഡിയോ ഭയങ്കര ഹിറ്റിലേക്ക് പോകുന്ന ഒരു സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ആഗ്രഹം തന്നെയായിരുന്നു. കരിങ്കാളി എടുത്ത് പറയുക പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയും നല്ലൊരു പാട്ടാണ് കരിങ്കാളി. ജനഹൃദയങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ളൊരു പാട്ട് കരിങ്കാലി. അത് വെച്ച് ആയൊരു അത് കണ്ടിട്ട് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നൊരു പാട്ടാണ് വയനാടൻ മഞ്ഞൾ. വയനാടൻ മഞ്ഞൾ അതിൻ്റെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ റീൽസ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും റീൽസിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും റീൽസ് ഇങ്ങനെ ഇൻസ്റ്റയിലായിക്കോട്ടെ, FBയിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, റീൽസിൽ ഇങ്ങനെ വയനാടൻ മഞ്ഞൾ നമുക്ക് കാണുമ്പോൾ ഞാനത് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ ഞാനും ഷബീർ ഷേ അത് ചെയ്ത് വെച്ചതിൻ്റെ ആ ഒരു ഹാപ്പി ഉണ്ട് നമ്മൾ കാണുമ്പോൾ. ഇപ്പം മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ഒരു ഇറിറ്റേഷൻ വരുന്നില്ല. എനിക്ക് എപ്പോൾ കണ്ടാലും ഇഷ്ടപ്പെടുന്നൊരു പാട്ട്. അതിങ്ങനെ കണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ലൈഫിൽ കിട്ടുന്നൊരു ഭയങ്കര ഇന്നത്തെ ബാലുവിനായ ഒരു അച്ചീവ്മെൻറ്റ് അത് വയനാടൻ മഞ്ഞൾ തന്നെയാണ്. ആണ്. ബാലുവിനെ പരിചയമുണ്ട്, ഓർക്കുന്നുണ്ട്. ഒരു വേദിയിൽ വയനാടൻ മഞ്ഞൾ പാട്ട് കാണാൻ വന്നിട്ടാണ്. രഗാസ ഫോക്ക് ബാൻഡ് പാടിയ പാട്ടിൽ ബാലു ഉണ്ടായിരുന്നു. അവിടെ വീഡിയോ കവർ ചെയ്യാനായിട്ട് കണ്ടായിരുന്നു. ഫീമെയിൽ സിംഗർ ദുർഗയാണ്. ആ ടീമിൽ ദുർഗയാണ് ആ പാട്ട് പാടിയത്. ദുർഗയുടെ വീഡിയോ തന്നെയാണ് കേട്ടോ എപ്പോഴും ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന വീഡിയോ. ഫീമെയിൽ വോയിസ് തന്നെയാണ് ഇപ്പോഴും. വയനാടൻ മഞ്ഞൾ 2 വോയിസിൽ എടുത്തിട്ടുണ്ട്, ഫീമെയിലുണ്ട് മെയിലുണ്ട്. പക്ഷെ ഇപ്പം കൂടുതലായിട്ട് വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദുർഗയ്ക്ക് തന്നെയാണ്. മില്യൺസ് ഓഫ് വ്യൂസ് ആയി. വയനാടൻ മഞ്ഞളിലേക്ക് എത്താനുണ്ടായ കാരണം വെച്ചാൽ ഞാൻ കൊടുങ്ങല്ലൂരാണ് എൻ്റെ ജോലി സ്ഥലം. ഞാൻ എത്തിപ്പെട്ടത് അവിടെയാണ് ഒരു 20 years ago. അവിടെ ഒരു മീനഭരണി സമയത്ത് ഞാൻ എത്തിപ്പെടുമ്പോൾ ആദ്യമായിട്ട് കൊടുങ്ങല്ലൂർ ഭരണി കാണുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ എന്താ പറയുക, അവിടെ നിന്ന് ഇങ്ങനെ തലയിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ച് വരുന്നു. അപ്പോൾ ഇവർ അത് എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവർ അതവിടെ കെട്ടഴിച്ചിടുമ്പോൾ ഈ മഞ്ഞളുണ്ട്, കുരുമുളകുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ ഒരു ട്രൈബ്സാണ് കൂടുതൽ കാണുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ്. അവരുടെ ഭാഷയിൽ അവർ പറഞ്ഞു ഇങ്ങനെ അമ്മയ്ക്ക് വഴിപാടായിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പേരിലേക്ക്, ഈ വയനാടൻ മഞ്ഞൾ എന്ന് പറയുന്ന പേരിലേക്ക് എനിക്ക് ശ്രദ്ധ ഞാൻ കൊണ്ടുപോയത്. അതാണ് ആ ഹെഡിങ്, വയനാടൻ മഞ്ഞൾ. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതെന്തുകൊണ്ടാണ് ഈ വയനാടൻ മഞ്ഞൾ എന്ന് പറയുന്ന പേരിടാൻ കാരണം? കൊടുങ്ങല്ലൂർ അമ്മയുടെ പ്രത്യേക വഴിപാടാണ്. അവിടെ ഒരു വഴിപാട് മഞ്ഞൾ സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു വഴിപാട് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അങ്ങനെ നടക്കൽ കണ്ടിരുന്നു. അതിൻ്റെ പേരിലാണ് ഞാൻ വയനാടൻ മഞ്ഞൾ എന്ന പേര്. വയനാടൻ മഞ്ഞളിൻ്റെ വഴിപാട് എപ്പോഴും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അതിങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുക, റീൽസിൽ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാം. ഒരു സ്കൂളിൽ ചെന്നാലും അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയായാലും വലിയ കുട്ടിയായാലും എല്ലാവരും, ടീച്ചർമാരായിക്കോട്ടെ മാഷിമാരായിക്കോട്ടെ, ഒരു ഓഫീസിൽ ചെന്നാലും നമുക്ക് അവർ പറയും ഞങ്ങൾ പാടാറുണ്ട്. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഈ പാട്ട് വെച്ചിട്ടാണ് ജോലി ചെയ്യാറ്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിലെ വരികൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഈ പാട്ട് തയ്യാറാക്കുമ്പോൾ പാട്ട് ഇറങ്ങിയതിന് ശേഷം ഇൻസ്റ്റയിൽ ഞാൻ ഇൻസ്റ്റ അത്ര ആക്റ്റീവ് അല്ല. ഇൻസ്റ്റയിൽ എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പം ഒരു വർഷ എന്ന് പറഞ്ഞൊരു കുട്ടി, പാടുന്നൊരു കുട്ടിയാണ്. ഈ കുട്ടി പാടിയിട്ട് പറഞ്ഞു, ഏട്ടൻ്റെ പാട്ടാണല്ലേ, പാലക്കാടാന്ന് പറഞ്ഞിട്ട് ഒരു ഏട്ടൻ്റെ പാട്ടാണ് വയനാടൻ മഞ്ഞൾ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ചേട്ടാ. അതിലൊരു പ്രത്യേകത ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ അനുപല്ലവി തന്നെ ചേട്ടൻ 3 ട്യൂൺ കൊണ്ടുവരാൻ ശ്രമിച്ചു.
അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് വയനാട് മഞ്ഞൾ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ടാ. അതുകൊണ്ട് നമ്മൾ പക്ഷെ അത് സ്റ്റെപ്പായിട്ട് ഞാൻ ഈ കൊണ്ടുവന്നൊരു പാട്ടാണ്. അത് ആദ്യത്തെ അനുപല്ലവി കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ആ ഒരു മൂന്ന് ട്യൂൺ തന്നെ നമ്മളതിൽ കൊണ്ടുവന്നു. ആലില വയറിൽ നല്ലൊരമണി കിലുക്കം, ആടും താളത്തിൽ നല്ലൊരു പുഞ്ചിലമ്പാട്ടം. ആലില വയറിൽ നല്ലൊരമണി കിലുക്കം, ആടും താളത്തിൽ നല്ലൊരു പുഞ്ചിലമ്പാട്ടം. തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണുരമ്മ, തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണുരമ്മ. വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി, വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി. ആലില വയറിൽ നല്ലൊരമണി കിലുക്കം, ആടും താളത്തിൽ നല്ലൊരു പൊഞ്ചിലമ്പാട്ടം. തൊണ്ട പ്രശ്നമുണ്ട്, അതാണ് അതിൻ്റെ ഇടയിൽ പോയി. അത് പിന്നെ ഒരു കലാകാരൻ എപ്പോഴും ഫാമിലിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഫാമിലിയുടെ സപ്പോർട്ടും ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. വൈഫ് ഹൗസ് വൈഫാണ്, അമ്മാളും ഭയങ്കര സപ്പോർട്ടാണ്. കൊടുങ്ങല്ലൂർ കാര്യമാണ് പ്രത്യേകിച്ച്. അതാണ് കൂടുതലായിട്ട് ഞാൻ കൊടുങ്ങല്ലൂരിനോട് ഭയങ്കര അറ്റാച്ചായി വന്നത്. പിന്നെ കൊടുങ്ങല്ലൂർ അമ്മേനെ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടാവില്ലേ. അങ്ങനെയാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ പാട്ടിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വയനാട് മഞ്ഞൾ കഴിഞ്ഞിട്ടും ഞാൻ കൊടുങ്ങല്ലൂർ അമ്മയുടെ പാട്ട് തന്നെയാണ് എഴുതുന്നത്, കണ്ണകി സിന്ദൂരം. അതുപോലെ വൈഫ് ഭയങ്കര സപ്പോർട്ടാണ്. 2 പിള്ളേരാണ്. മൂത്താൾ 10ാം ക്ലാസ്സിലായി, രണ്ടാമത്തെ ആൾ 4ാം ക്ലാസ്സിൽ. 2 ആൺകുട്ടികളാണ്. ഇതാണ് എൻ്റെ ഫാമിലി. ഇനിയിപ്പോൾ കണ്ണകി സിന്ദൂരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ, ശോഭനയാണ് പാടിയേക്കുന്നത്. കണ്ണകി ഒരു ഹിറ്റ് പ്രതീക്ഷിച്ചിട്ട് ഇറക്കിയേക്കുന്ന സാധനം തന്നെയാണ്. ഹിറ്റാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അടുത്ത മീന ഭരണിയോട് കൂടി കയറിപ്പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അത്യാവശ്യം കയറിപ്പോയിട്ടുണ്ട്, എല്ലാവരിലും എത്തി എന്നാണ് വിശ്വാസം. ഇനി പുതിയ വർക്ക് നാടൻപാട്ടാണ്, പക്കാ നാടൻ. അല്ലിയുടെ മുല്ലമാല എന്നാണ് പേരിട്ടേക്കുന്നത്. അപ്പോൾ ഷബീർ ഷേനായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോറി ക്രിയേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അടുത്ത് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ്. കണ്ണൻ തമ്പാട്ടി എന്ന് പറയുന്ന ഒരു ഫോക്ക് സിംഗറാണ് പാടിയത്. മിക്കവാറും ഒരു അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗായകരെ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ നിൽക്കുന്ന ഒരാളെ പിന്നെ ഹൈ ആക്കുന്ന ഒരു ക്യാരക്ടറല്ല ഞാൻ. നമ്മൾ അറിയപ്പെടാതെ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഞാൻ പാടാൻ കൊണ്ടുവരുന്ന ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം വെച്ചാൽ ഉയർന്നു വരാൻ പ്രാപ്തിയുള്ള ഒരുപാട് ആളുകൾ, കഴിവുണ്ടായിട്ടും ഒന്നിനും മുന്നിലേക്ക് വരാൻ പറ്റാത്ത ആളുകൾ, അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഞാനും ഡയറക്ടറായ ഷബീർ ഷീൻ ശ്രമിക്കുന്നത്. എല്ലാവരെയും. അത് ഇപ്പം എൻ്റെ പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പാട്ടിലൊക്കെ ഒരു മിക്ക ആളുകളും അറിയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവരുന്ന ആളുകളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതേപോലെ ഇപ്പോൾ ലാസ്റ്റ് പാട്ടിന് ഞാൻ കൊണ്ടുവന്ന വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയാണ്. കണ്ണൻ തമ്പാട്ടി എന്ന് പറയുന്ന നല്ല വോയിസിന് ഒരു ഉടമയായിട്ടുള്ളൊരു പാട്ടുകാരനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ആളെയും കൂടി എനിക്ക് ഈ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം. കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരാനും കൂടിയുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എനിക്ക് ഇങ്ങനെ ഈ ഒരു മേഖലയിൽ ഞാൻ നിൽക്കുന്നത്. 9 പാട്ടോളം 9 പാട്ടുകളാണ്. 9 പാട്ടുകൾ എഴുതി കഴിഞ്ഞിട്ടും കുറച്ചും കൂടി എന്താണ് വിസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ ആൾക്കാരിൽ എത്തിപ്പെടാനായിട്ട്? ഒരു പക്ഷേ സബീഷ് ചന്ദ്രാപ്പിനി എന്ന് പറഞ്ഞ ഒരാളെ അറിയായിരിക്കും. പക്ഷെ ചേട്ടനെ നേരിട്ട് കാണുമ്പോൾ സബീഷ് കെ ബാലൻ ഒരു പക്ഷെ ആൾക്കാർക്ക് അറിയില്ലായിരിക്കും ഈ പാട്ട് എഴുതി ഇദ്ദേഹമാണെന്നുള്ളൊരു കാര്യം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഒരുപാട്, അത് ഉറപ്പല്ലേ. ഇഷ്ടമായി ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ഇന്റർവ്യൂയിലൂടെ ഒക്കെ പിന്നെയും കുറച്ച് ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ വയനാട് മഞ്ഞളിൻ്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഷോപ്പിൽ നിൽക്കുകയാണെങ്കിലും ചില പേഷ്യൻസ് ചിലപ്പോൾ അവർ പറയും ഇന്ന ആളാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അവർ വരും,
ഒരു ചെറിയൊരു സെൽഫി ഒക്കെ എടുത്ത് പോകും. അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. അതൊക്കെ ഇങ്ങനെ ചിലവർ ഭയങ്കരമായിട്ട് ഭക്തിയുള്ള ആളുകളുണ്ട്. ഭയങ്കര ഭക്തി, കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭക്തിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ ഒരു പരിഗണന തരാറുണ്ട്. ഇപ്പം എല്ലാവർക്കും എല്ലാ പാട്ടുകളും ഇഷ്ടമാവണമെന്നില്ലല്ലോ ബാലു, എല്ലാവർക്കും എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പക്ഷെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്ന് നമ്മൾക്ക് അതിനുള്ള സപ്പോർട്ട് തരാറുണ്ട്. ഇപ്പം നീലപ്പൊന്മാൻ എനിക്ക് രണ്ടാമത്തെ പാട്ടാണ്. നീലപ്പൊന്മാൻ മാനത്തമ്പിളി കഴിഞ്ഞിട്ട് ഷൈജൻ വള്ളിവട്ടം ആണ്. ആ പാട്ട് ശരിക്ക് വീഡിയോസൊക്കെ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരുവിധം പോപ്പുലറായി. ശരിക്കും എല്ലാവരും അറിയും, നമ്മുടെ നാട്ടിലെല്ലാവരും, നാട്ടിൽ നമ്മുടെ ഏരിയ എല്ലാവരും അറിയാം, ഈ പാട്ട് എഴുതുന്ന ആളാണ് എന്നുള്ളൊരു ഇത് കിട്ടി. പക്ഷെ പുറത്തേക്ക് വന്നത് നമ്മുടെ നാട് വിട്ടിട്ട് പിന്നെയും കുറച്ച് അപ്പുറപ്പുറമൊക്കെ അറിയാൻ തുടങ്ങിയത് വയനാടൻ മണ്ണിൽ എന്ന് പറയും. പടപൊരുതിയവൾ കഥ പാടിയതും കണ്ണകി പെണ്ണവള ദാരികൻ തലയറുത്തവള, കണ്ണകി പെണ്ണവള ദാരികൻ തലയറുത്തവള, തിരമാലയിളക്കം ചുടുചോരയിലാട്ടം, തിരമാലയിളക്കം ചുടുചോരയിലാട്ടം, മിന്നും പൊന്നിൻ വാളും തന്നാരും പാട്ടും, മിന്നും പൊന്നിൻ വാളും തന്നാരും പാട്ടും, അവല് മലര് നടയെ കൊടിത്തോരണങ്ങള് വേറെ, അശ്വതി നാള് ആടുന്നൊരു കാവ്, അശ്വതി നാള് ആടുന്നൊരു കാവ്, പച്ചമുളവടി കൊട്ടി താളത്തിൽ തന്നാരം പാടാം, മീനച്ചൂടില് മീനഭരണിക്ക് താളത്തിൽ തന്നാരം പാടാം, അമ്മയ്ക്ക് തന്നാരം പാടാം. കരിമഷി എഴുതും നല്ല കരിമിഴിയഴകും, നിറഞ്ഞ നെറ്റിയിലും കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സിന്ദൂരം, നിറഞ്ഞ നെറ്റിയിലും കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സിന്ദൂരം. ഇതാണ് എൻ്റെ കണ്ണകി സിന്ദൂരത്തിലെ ലൈൻസ്, ഞാൻ എഴുതി വെച്ചേക്കുന്ന വരികൾ. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ ആൾക്കാർ കൊണ്ടായിരിക്കും ഒരു പക്ഷെ ഒരു പാട്ട് ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചേട്ടൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ? അതെനിക്ക് പറയാനായിട്ടുണ്ട്. കാരണം വെച്ചാല് എൻ്റെ പാട്ട് ആദ്യമായിട്ട് ഈ വയനാടൻ മണ്ണിൽ ഇറങ്ങിക്കഴിഞ്ഞ വർഷം തന്നെ കൂരിക്കുഴിയിൽ ദേവസർഗ എന്ന് പറഞ്ഞിട്ടൊരു കൈകൊട്ടിക്കളി ടീം വിളിച്ചു. അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ഈ പാട്ട് കളിക്കുന്നുണ്ട്, ഞങ്ങൾ കളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ഈ പാട്ട് വരുന്നത്, ദേവസർഗ ടീം കളിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് കാസർഗോഡുള്ള ജയരഞ്ജിത എന്ന് പറയുന്ന ഗായിക, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കുട്ടി ഐഡിയ സ്റ്റാർ സിംഗർ വരെ എത്തി. ആ കുട്ടിയും കുറേയൊക്കെ പാടി സോഷ്യൽ മീഡിയയിൽ ഇടുമായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ തന്നാരം പാടുന്ന പാട്ടിലാണ്. ആ കുട്ടിയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിന്നാണ് ജയരഞ്ജിത്ത് അങ്ങനെ കയറി മുല്ലത്തറയിലെ ആകെ പാടി ഭയങ്കര ഹിറ്റായിപ്പോയത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മൾ ചെയ്തു വെച്ചൊരു സാധനം മറ്റൊരാളിലൂടെ അത് ലോകം അറിയുമ്പോൾ അവരും കൂടി പ്രശസ്തി കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. അതാണ് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എല്ലാം കൊണ്ട് ഇപ്പോൾ എല്ലാവരും അറിയപ്പെടാനും സോഷ്യൽ മീഡിയ വഴി. നമ്മൾ ന്യൂസ് ആയിക്കോട്ടെ, നമ്മളെപ്പോലെ ഇതുപോലുള്ള ഗായകന്മാരായിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ. പിന്നെ പറയാന്ന് വെച്ചാൽ ഈ എഴുത്തുകാർ പണ്ടൊക്കെ പാട്ട് പാടുന്ന ആളുകളെ മാത്രം ശ്രദ്ധിച്ചിരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ റേഡിയോ ആയാലും TV ആയാലും പാട്ട് പാടുന്നത് ആരാണ്, അവരാണ് ആ പാട്ടിൻ്റെ ആളുകൾ എന്നാണ്. പക്ഷെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകൾ പ്രയത്നം നടത്തിയിട്ടാണ് ഇങ്ങനൊരു പാട്ട് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ഈ പറയുന്ന ബാലു ഇപ്പോൾ പറഞ്ഞ പോലത്തെ ആ ഒരു
സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. സോഷ്യൽ മീഡിയ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴത്തെ ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ സോഷ്യൽ മീഡിയ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഭാവിയിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നേക്കാം. പണ്ട് നമ്മൾ ദൂരദർശൻ, അത് കഴിഞ്ഞ് ഏഷ്യനെറ്റ്, എങ്ങനെ വന്ന പോലെ ഇനി ഭാവിയിൽ ചിലപ്പോൾ വേറൊരു മീഡിയ നമുക്ക് ഇറങ്ങിയേക്കാം. ചാനലിൽ ഇതുവരെ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ ആഗ്രഹങ്ങളില്ല. ഇപ്പോൾ ആളുകൾക്ക് ആഗ്രഹങ്ങളില്ലാതിരിക്കും. നാലാള് കാണാൻ, കുറെ ആളുകൾ നമ്മളായിട്ട് സംസാരിക്കുക എന്നുള്ളത് കാരണം വെച്ചാൽ അത് ഏതൊരു കലാകാരൻ്റെയും ആഗ്രഹങ്ങൾ പോലെ തന്നെ എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എപ്പോഴും എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ സിനിമാ രംഗത്തിലേക്കുള്ള ഒരു കടന്നവരവുണ്ടെന്ന് ഒരു കേൾക്കുന്നുണ്ട്. സിനിമയായിട്ട് കോണ്ടാക്ട്സ് ഉണ്ട് കുറച്ച്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പാട്ടുകളുണ്ട്. അടുത്ത പാട്ടുകൾ മിക്കവാറും സിനിമയിൽ കേൾക്കാമെന്ന് വിചാരിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം, ഭയങ്കര ടഫായിട്ടുള്ള പാട്ടുകളല്ല. എന്തായാലും പ്രതീക്ഷിക്കുക വകയുണ്ട്. ഒരു പാട്ട് പ്രതീക്ഷിക്കാനുണ്ട്. ഈ കാണുന്ന ആൾക്കാരുടെ അടുത്ത് ഒരുപാട് പ്രേക്ഷകരോട് എന്തായാലും നന്ദി പറയാനുണ്ടാവും. അവരുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇപ്പം എല്ലാ കലാകാരന്മാരും മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളുടെ ഒരു കൈയടി കൊണ്ടായിരിക്കും, ആ ഒരു പ്രോത്സാഹനം കൊണ്ടായിരിക്കും നമുക്ക് വീണ്ടും വേറൊരാളുടെ അടുത്ത് പാടാൻ തോന്നുന്നുണ്ടാവും. അവരോട് എന്താണ് ഇത്ര നാളത്തെ ജീവിതത്തിൽ പറയാനുള്ളത്? ശരിക്കും ഈ പ്രേക്ഷകരില്ലെങ്കിൽ നമ്മളില്ല. കാരണം വെച്ചാൽ അവര് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ആരായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പബ്ലിക് നമ്മളായിട്ട് മാറുന്നില്ല. അവരും കൂടി നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവരെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു വെച്ചാൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെ പോലെ തന്നെ ഇരിക്കും കാര്യങ്ങൾ. കാരണം അവർ തരുന്ന സപ്പോർട്ട്, അവരുടെ ആ ഒരു നമ്മളിൽ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം. അതുപോലെ ഒരു എനർജി തന്നെയായിരുന്നു എൻ്റെ എല്ലാ പാട്ടുകളും. അതിൽ അവരെ ആക്സെപ്റ്റ് ചെയ്ത, അതേപോലെ ഈ പറഞ്ഞ പ്രേക്ഷകരെ ആക്സെപ്റ്റ് ചെയ്ത പാട്ടുകൾ, ഈ അതുപോലെ വയനാടൻ മഞ്ഞള്, കാട്ടുമുല്ല, ഈ പറഞ്ഞ കണ്ണകി സിന്ദൂരം, ഇനി വരാൻ പോകുന്ന അല്ലിയുടെ മുല്ലമാല, അതൊക്കെ ചിലപ്പോൾ ഇനിയിപ്പോൾ ജനങ്ങളെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ ആ ഹിറ്റും കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മളെ സ്വീകരിച്ച, എന്നെ സ്വീകരിച്ച, അല്ലെ എന്നെ പോലുള്ള കലാകാരന്മാരെ സ്വീകരിച്ച, എൻ്റെ കൂടെയുള്ള ആളുകൾ, അവരൊക്കെ സ്വീകരിച്ച ജനങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് കൂടെ ചേർത്ത് നിർത്താനുള്ളതും. അവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അവരോട് പറഞ്ഞിട്ട് നന്ദി പറഞ്ഞതിന് ശേഷം ബാക്കി ആരോടും നന്ദി പറയാനുള്ളൂ. കാരണം അവരാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഈ മീഡിയയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ പറയുന്ന ഈ പ്രേക്ഷകരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ജനങ്ങളും ഉള്ളത് കൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ഇന്ന് ഈ മീഡിയയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അല്ല ഇനി വരാനിരിക്കുന്ന മീഡിയയുടെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ എനിക്ക് ഈ പറയുന്ന ഈ ജനങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം. ഈ സപ്പോർട്ട് എന്നും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നന്ദി.